ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ MRI മെഷീനിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് 3 ടെസ്ലയാണ്. ടെസ്ല മീൻസ് ദ മെഷർമെന്റ് വിച്ച് വി യൂസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റ്. അതുപോലെ തന്നെ നമ്മൾ റെഫ്രിജറേറ്ററിൽ ടാപ്പ് ചെയ്യുന്ന മാഗ്നറ്റിന്റെ പവർ എന്ന് പറയുന്നത് 0.001 ടെസ്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാറൊക്കെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2 ടെസ്ലയാണ്. അപ്പോൾ ഇതിന്റെ ഒരു 1000 ഇരട്ടിയാണ് MRI മെഷീനിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓർണമെന്റ്സ് ഒക്കെ അൺവെയർ ചെയ്യണം എന്ന് പറയുന്നത്. ബിക്കോസ് ഈ ഒരു മെറ്റൽസ് ഒക്കെ ഇതിന്റെ അടുത്ത് വരുമ്പോൾ ഇത് ഡ്രാഗ് ചെയ്യും ഇല്ലെങ്കിൽ പുള്ള് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ മരിച്ചത്. അതുപോലെ തന്നെ ഈ MRI മെഷീന് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടോൺസിനെയൊക്കെ അലൈൻ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും ഉണ്ട്. ദെൻ ദ സ്ട്രോങ്കസ്റ്റ് മാൻമെയ്ഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത് 1200 ടെസ്ലയാണ്. ആക്ച്വലി ഇറ്റ് വർക്ക്സ് ഫോർ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. സ്റ്റീൽ ചേംബറിൽ നിന്നിട്ട് അതിന്റെ ഡോർ ബ്ലോ ഓഫ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു 1200 ടെസ്ലയ്ക്ക് ഉണ്ട്.